ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ കാലുകളിലും കൈകളിലൊക്കെ ഫംഗസ് വന്നിട്ട് ഡിസ്കളറേഷൻ വരില്ലേ, അപ്പോൾ അതിന് ഉള്ള ഒരു നാച്ചുറൽ റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഒത്തിരി പേരിങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാനിതിന് മുന്നൊക്കെ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ എളുപ്പം ചെയ്യാവുന്ന രണ്ട് ഹോം റെമഡി കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ ഈ കാലിലൊക്കെ ഡിസ്കളറേഷൻ വന്ന ഫംഗസ് മൂലമാണ്, ഫംഗസ് ബാധയാണ് അതിന് കാരണം. അപ്പം നമ്മൾ ഫംഗസ് ബാധ ഇല്ലാണ്ടാവാൻ എന്ത് ചെയ്യണം? ഫംഗസ് ബാധ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കാലുകളും നഖങ്ങളും ഒക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതുപോലെ ഷൂവും സോക്സും ഒക്കെ കാറ്റ് കയറാൻ പാകത്തിന് ഇടണം. സോക്സൊക്കെ നമ്മൾ എല്ലാ ദിവസവും നമ്മളത് റെഗുലറായിട്ട് ഉപയോഗിക്കാതെ എല്ലാ ദിവസവും മാറി മാറി ഇടണം. അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ കാലെപ്പോഴും നല്ല വൃത്തിയായിട്ട് കഴുകി സോപ്പും വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അതാണ് നമ്മൾ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി നിങ്ങൾക്ക് ഓൾറെഡി വന്നെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന്, നഖം നിങ്ങൾ നല്ല ഭംഗിയായിട്ട് പതുക്കെ വെട്ടണം കേട്ടോ. നമ്മൾ ഇപ്പം ആ ഫംഗൽ പിന്നെ വന്ന നഖം വെട്ടുന്ന നെയിൽ കട്ടർ ഉപയോഗിച്ച് അടുത്ത നഖം വെട്ടരുത്, ഇത് പകരും കേട്ടോ. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു നെയിൽ കട്ടർ എടുത്ത് വെച്ചിട്ട് അത് നല്ല ഭംഗിയായിട്ട് വെട്ടിട്ട് വേണം നമ്മൾ നമ്മുടെ ഈ ചികിത്സ തുടങ്ങാൻ. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നോ, ആദ്യം ചെയ്യേണ്ടത് ഈ പിന്നെ കാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക. അതിലുമൊക്കെ ഏറ്റവും നമ്മുടെ ഈ ഫംഗസ് വളരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യണ ഒന്നാണ് ബേക്കിംഗ് സോഡ. ഓക്കെ, അപ്പോൾ ഈ ബേക്കിംഗ് സോഡ നിങ്ങൾ ഒരു 2 സ്പൂൺ വെള്ളത്തിലിട്ട്, ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിലേക്ക് കാല് ഇറക്കി വെച്ച് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ആൻറ്റി ഫംഗലല്ല അത്, പക്ഷേ ഫംഗസ് വളരാനുള്ള അതിൻ്റെ ഒരു സാഹചര്യത്തെ ഇത് തടുക്കും. അതാണ് ബേക്കിംഗ് സോഡയുടെ ഗുണം. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഇട്ട് നിങ്ങൾ കാലൊക്കെ നല്ല വൃത്തിയായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ കഴുകിയിട്ട് വേണം കിടന്നുറങ്ങാൻ കേട്ടോ. ഇപ്പോൾ കഴുകിയാൽ മാത്രം പോരാ, എന്നിട്ട് നന്നായിട്ട് അത് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ ഈ പറയുന്ന മരുന്നുകളല്ല, നമ്മുടെ നാച്ചുറൽ റെമഡീസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ടീ ട്രീ ഓയിലിനെ കുറിച്ചാണ്. ടീ ട്രീ ഓയിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, പക്ഷേ ചിലവരെ സംബന്ധിച്ച് അത് പിന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ അലർജി പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. നിങ്ങളൊരു 3 തുള്ളി ടീ ട്രീ ഓയിലും ഒരു 4 തുള്ളി കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടണിൽ എടുത്ത് ഈ ഭാഗത്ത് വെച്ച് കെട്ടി അവിടെ അങ്ങ് വെച്ച് രാത്രി കിടന്നോളൂ. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും മാറില്ല കേട്ടോ. അപ്പോൾ ചിലവർ ചോദിക്കും എത്ര ദിവസം കൊണ്ട് ഇത് മാറുമെന്ന്. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും മാറില്ല. നമ്മൾ ഈ തുടക്കത്തിലാണെങ്കിൽ പെട്ടെന്ന് മാറും കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ കെട്ടി വെച്ച് അവിടെ കിടക്കുക. നേരം വെളുക്കുമ്പോൾ വീണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല വൃത്തിയുള്ള സോക്സും നല്ല വൃത്തിയുള്ള ഷൂ ഇട്ടിട്ട് വേണം നടക്കാൻ. ഓക്കെ, അതാണ് ആദ്യത്തെ ഞാൻ തരുന്ന റെമഡി കേട്ടോ. പിന്നെ രണ്ടാമത്തെ റെമഡി, നിങ്ങൾ മിക്കവാറും നിങ്ങളുടെ വീട്ടിൽ റോസ്മേരി ഓയിൽ ഇപ്പോൾ ഒന്ന് പ്രചാരത്തിലായതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ റോസ്മേരി ഓയിൽ നല്ലതാട്ടോ. അപ്പോൾ റോസ്മേരി ഓയിലും നമ്മുടെ വെളുത്തുള്ളി കേട്ടോ, ഇതെല്ലാം ഞാനീ പറയുന്ന എല്ലാം ആൻറ്റി ഫംഗലാണ്. ഫംഗസിനെ നശിപ്പിക്കാനും ബാക്ടീരിയയെ നശിപ്പിക്കാനും എല്ലാത്തിനും പിന്നെ യോജിച്ച നമ്മുടെ നാച്ചുറൽ റെമഡീസാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ വെളുത്തുള്ളി നമുക്ക് ചതച്ച് വെറുതെ നമുക്ക് കെട്ടിവെക്കാം കേട്ടോ. അത് നല്ല. പണ്ടൊക്കെ നമ്മൾ കുത്തിപ്പഴുക്കുമ്പോഴേ നമ്മൾ ഈ ഉള്ളി, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉള്ളി ചതച്ച് കെട്ടിവെക്കും, അതുപോലെ ചെറുനാരങ്ങ വെക്കും, അങ്ങനെയൊക്കെ ചെയ്യാറാണ്. ഇത് വെളുത്തുള്ളി കേട്ടോ, വെളുത്തുള്ളി ചതച്ച് അത് നമുക്ക് അവിടെ വെച്ച് എവിടെയാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്തോട്ടൊക്കെ കയറ്റി വെച്ച്, അല്ലെങ്കിൽ അതിൻ്റെ നീരെടുത്താലും മതി, നമുക്ക് ചുറ്റി കെട്ടി വെക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ റോസ്മേരി ഓയിൽ ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. എങ്ങനെയാണെന്നോ, ഈ പിന്നെ വെളുത്തുള്ളി നമുക്ക് ജ്യൂസാക്കണം കേട്ടോ. ജ്യൂസാക്കിയിട്ട് ഒരു സ്പൂൺ എടുക്കുക, അതിലേക്ക് റോസ്മേരി എസൻഷ്യൽ ഓയിൽ 5 തുള്ളി ഒഴിക്കുക. 5 തുള്ളി ഒഴിച്ച് ഒരു കോട്ടണിൽ മുക്കിയിട്ട് ഇത് ആ ഭാഗത്ത് വെച്ച് ബാൻഡേജ് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ഒത്തിരി പെട്ടെന്നത് നല്ല വ്യത്യാസം വരും. അപ്പോൾ ടീ ട്രീ ഓയിൽ ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ ടീ ട്രീ ഓയിൽ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണ്ടെന്ന് പറഞ്ഞു.
ഇത് നമുക്ക് നമ്മുടെ കോക്കനട്ട് ഓയിലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കോക്കനട്ട് ഓയിൽ പിന്നെ നമുക്ക് ഒരു 5 തുള്ളി എടുക്കുക, ടീ ട്രീ ഓയിൽ ഒരു 3 തുള്ളി എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യുക. ഒരു തുണി വെച്ച് കെട്ടി നമ്മൾ കിടന്നുറങ്ങുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ കൂടെ നടക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ ടീ ട്രീ ഓയിലിൻ്റെ പറഞ്ഞു, റോസ്മേരി ഓയിൽ, വെളുത്തുള്ളി പറഞ്ഞു. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് സീനിയർ സിറ്റിസനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഈ പ്രമേഹം പോലുള്ള രോഗങ്ങളൊക്കെ വരുന്നവർക്കൊക്കെ ഇങ്ങനെ കാലിലൊക്കെ ഇങ്ങനെ ഫംഗസ് പ്രശ്നമൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം. ഇതാണ് മെയിനായിട്ട് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. കുടലിൻ്റെ ആരോഗ്യം നന്നായാൽ തന്നെ നമ്മുടെ ഒത്തിരി രോഗങ്ങൾക്ക് നമുക്ക് പരിഹാരമാവും. അതിനു വേണ്ടി നമ്മൾ പുളിപ്പിച്ചത്, അതായത് നമ്മുടെ ഇഡ്ഡലി, ദോശ, മോര്, തൈര്, അച്ചാർ, പിന്നെ ഉള്ളി, വെളുത്തുള്ളി തുടങ്ങി നമ്മൾ പുളിപ്പിച്ച ആഹാരങ്ങൾ നമ്മൾ ശീലിക്കണം കേട്ടോ. മെയിനായിട്ട് എല്ലാ ദിവസവും മോര് കുടിച്ചാലും മതി. മോര് ഇച്ചിരി കറിവേപ്പിലയും ഒരു കാന്താരി മുളകൊക്കെ ഇട്ട് നന്നായിട്ട് ഒരു കഷ്ണം ഉള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് നന്നായിട്ട് എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന്. അപ്പോൾ ഈ കുടലിൻ്റെ ആരോഗ്യം ഉണ്ടായാൽ തന്നെ നമ്മുടെ ഡൈജഷനും ശരിയാവും. ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കും കേട്ടോ. അപ്പോൾ ഭക്ഷണം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ നന്നായിട്ട് പച്ചക്കറിയും പഴവും, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, നിറയെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും എല്ലാം കഴിക്കണം. പിന്നെ ചോറ് കുറച്ച് കഴിച്ചാൽ മതി. ഒരു നേരം നമുക്ക് മില്ലറ്റ്സ് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ നമ്മുടെ ആഹാരത്തിൽ ഒരു ക്രമീകരണം നടത്താം. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ കാലിൽ ഫംഗസ് വന്നതിന് എന്തിനാ ആഹാരം ക്രമീകരിക്കുന്നത്? തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ചാണ് ഇതെല്ലാം വരുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആഹാരം, ഏത് രോഗത്തിനും നമ്മൾ ആഹാരമാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആഹാരമാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആഹാരമൊക്കെ ക്രമീകരിക്കുക. പിന്നെ പഞ്ചസാര, ഉപ്പൊക്കെ കുറയ്ക്കുക കേട്ടോ. അതെല്ലാം ഇതിന് വിരോധമാണ്, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നതിന്. അപ്പോൾ അത് കുറയ്ക്കുക. പിന്നെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ, പിന്നെ വൃത്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഫംഗൽ ബാധ ഇല്ലെങ്കിലും കാലുകൾ എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക. നിങ്ങൾക്ക് മാസത്തിലൊരിക്കലൊക്കെ പെഡിക്യൂർ ചെയ്യാം. വീട്ടിലാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ പെഡിക്യൂർ ചെയ്ത് നഖങ്ങളെല്ലാം വെട്ടി വൃത്തിയാക്കി നമുക്ക് ഇച്ചിരി ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ ഒഴിച്ച്, അല്ലെങ്കിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട വെള്ളത്തിൽ കാലൊക്കെ മുക്കി വെച്ച് നമുക്ക് കാലൊക്കെ കഴുകി തുടച്ച് എപ്പോഴും കാലുകൾ വൃത്തിയാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഇത് നമുക്ക് വരില്ല. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണം. ഒത്തിരി പേര് എൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് കാണണം, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യണേ. ഓക്കെ എന്നാൽ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.